എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു, ചിപ്പിമോള് ഇഷിതയ്ക്കിട്ട് മഹേഷിനോട് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവരെ രണ്ടുപേരെ ഇട്ട് കളിയാക്കുവാണ്. അതിനുശേഷം ചിപ്പിമോള് പറഞ്ഞു, അതെ എനിക്കിന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസം ഹോളിഡേയാ, നമുക്കിന്ന് പുറത്ത് പോയാലോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഇഷിത പറഞ്ഞു, അത് ശരിയാ, എനിക്ക് ഓഫുള്ള ദിവസമാന്ന് പറയണം. പക്ഷേങ്കില് മഹേഷ് പറഞ്ഞു, എനിക്ക് പറ്റില്ല കൊണ്ടുവരാനായിട്ട്. കാരണം എനിക്കിന്ന് ഒരു സിയോടെ ഗെറ്റ് ടുഗദർ പാർട്ടി ഉണ്ടെന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചിപ്പിമോളാന്ന് ചോദിക്കാം. അതെ ഡാഡി ഡാഡി ഇന്ന് പോവണ്ടെന്ന് പറയാം, അല്ല ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറയണം. അതൊന്നും ശരിയാവുന്ന കാര്യമല്ലെന്ന് പറയണം. പിന്നീട് മഹേഷ് എന്ത് ചെയ്യണം, രാവിലെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുവാണ്. അങ്ങനെ പോവാനായിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാവണം. ഈ സമയത്ത് ചിപ്പിമോളും ഇഷിതയും കൂടെ റെഡിയായി. എന്നിട്ട് പറഞ്ഞു, അതെ ഗെറ്റ് ടുഗദർ പാർട്ടി അല്ലേ, ഞങ്ങളും കൂടെ വരട്ടെ എന്ന് പറയണം. ഫാമിലി ആയിട്ടായിരിക്കുമല്ലോ ക്ഷണിച്ചിരിക്കുന്നത്, അപ്പൊ ഞങ്ങൾ വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ വരണമെന്നും വേണ്ടാന്ന് പറയണം. ചിപ്പിമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ചിപ്പിമോള് പറഞ്ഞു, ഡാഡിയോട് ഞാൻ പിണക്കുക, ഞാൻ കൂട്ടില്ല എന്നൊക്കെ പറയണം. ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ചിപ്പിമോൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് സുയിത്ര വിളിക്കുന്ന ഇഷിതേനെ. വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചിക്ക് എന്ത് തിരക്കാണോന്ന് ചോദിക്കുകയാണ്. എന്താ, അല്ല ഇന്നെന്റെ ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു പാർട്ടിയാണെന്ന് പറയണം. പാർട്ടിയോ? അതെ ഒരു പാർട്ടിയുണ്ട്, അപ്പം ഞാൻ ജോലിക്ക് ചേർന്നതിന് ശേഷം ആദ്യത്തെ ഇതാണ്, അപ്പൊ ചേച്ചിനെയും കൂടെ ക്ഷണിക്കുവാന്ന് പറയണേ. ചേച്ചി വരണമെന്ന് പറയണം. കാരണം ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു കാര്യമായതുകൊണ്ടാണ് ഇഷിതേനെ വിളിക്കുന്നത്. അങ്ങനെ ഇഷിതയ്ക്ക് ക്ഷണം ഉണ്ടായി സുമിത്രയുടെ. ഇത് കേട്ടപ്പം പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. ഇഷിത പറഞ്ഞു, ശരി ഞാൻ ഓക്കെ, ഞാൻ റെഡിയാ, ഞാൻ വരാമെന്ന് പറയണം. ചിപ്പിമോളും കൂടെ കാണുമെന്ന് പറയണം. ഇന്ന് ഓഫ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അന്നാ ശരി ചേച്ചി, ഞാൻ ഇത്ര തിരക്കാന്നൊക്കെ പറയണം. അങ്ങനെ സുമിത്ര ഫോൺ വെച്ചു. പിന്നീട് സുമിത്ര പോകാനായിട്ട് റെഡിയാവുകയാണ്. ആ സമയത്ത് പ്രിയാമണി വന്ന് നോക്കി. സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി സെറ്റപ്പിലാണ് സുമിത്ര. പിന്നീട് പ്രിയാമണി വന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി, ഇന്ന് അടിപൊളിയായിട്ടാണല്ലോ. അത് പിന്നെ ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രോഗ്രാം ഒക്കെ അല്ലേ, ഞാൻ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ് നടക്കുന്നത്, അപ്പൊ അതിഗംഭീരമാക്കേണ്ട കടമ എനിക്കില്ലേന്ന് ചോദിക്കാം. അത് ശരിയാ, അതായിരിക്കും ഇന്ന് ഇത്ര അടിപൊളിയായിട്ട് പോണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ ഇളയമ എന്നൊക്കെ ചോദിക്കുക. എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറയണം. അങ്ങനെ സുമിത്ര ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു, അവള് ഭയങ്കര സന്തോഷത്തിലാ സുജി. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, എത്ര നാളായി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെയായിട്ട് അവൾക്കൊരു ജോലി കിട്ടിയില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവൾക്കും ജോലി കിട്ടി, അവളും ജോലിക്കാരിയായി. അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പും ഗെറ്റപ്പും ഒക്കെ വേണ്ടെന്ന് നിൽക്കാം. അത് ശരിയാ മാഷേ, ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്ന ആള് ഞാൻ മാത്രമേ ഉള്ളൂ അടുക്കളപ്പണിയായിട്ട്. എന്താ പ്രിയാമണി, നിനക്കും ജോലിക്ക് പോകണമെന്നുണ്ടോന്ന് ചോദിക്കാം. വേണ്ടേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ അടുക്കളയിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്, ഇനി ഇപ്പൊ പുറത്തുനിന്നുള്ള ജോലിയും കൂടെ എനിക്ക് വേണ്ടാന്ന് പറയണം. ഈ സമയത്ത് ഇഷിതയുടെ കൈ പിടിച്ചിട്ട് ചിപ്പുമോൾ പറഞ്ഞു, നമുക്ക് പോയാലോന്ന് ചോദിക്കാം. ശരി അങ്ങനെ പോയേക്കാന്ന് പറയണം. പിന്നീട് രജനയും ആകാശവും കൂടെ ആദീനയും കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങണം. അപ്പൊ ഈ സിഇഒ ഗെറ്റ് ടുഗദർ പാർട്ടിക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. ആകാശം സിഇഒ ആണല്ലോ, അപ്പൊ അങ്ങോട്ടേക്ക് തന്നെയാണ് ഇഷിതയും പോകുന്നത്. കാരണം ആ ഗെറ്റ് ടുഗദർ പാർട്ടിയാണ് ഏറ്റെടുത്തിരിക്കുന്ന സുമിത്രയുടെ കമ്പനി. അപ്പൊ അവരാണ് ആ പാർട്ടിയൊക്കെ അതിഗംഭീരമായിട്ട് നടത്തുന്നത്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇഷിതയും ചിപ്പിമോളും കൂടെ പോകുന്നത്. പക്ഷെങ്കിൽ ഈ പറയുന്ന ഇഷിതയ്ക്ക് അറിയത്തില്ല ആദ്യം ആകാശവും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം. ഈ പറയുന്ന രചനയുടെ മഹേഷിന്റെ മോനാന്ന് പോലുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് അറിയത്തില്ലല്ലോ. ഏതോ ഒരു കുട്ടിയാന്ന് തന്റെ കാറിന് മുന്നിലേക്ക് ചാടി, അവന് ഓർമ്മശക്തി ഇതിൽ കിട്ടിയപ്പോ അവൻ പോവുകയും ചെയ്തു. പക്ഷെ ആദ്യയുടെ മനസ്സിൽ ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ബോധം വീണ് കഴിഞ്ഞപ്പോഴത്തേനും അവന് പിന്നെ ആ ഓർമ്മയും അവ ഇഷിതനെ കുറിച്ചുള്ള ചിന്തകൾ പോലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോവാനായിട്ട് റെഡിയാവുകയാണ് അവര് മൂന്നുപേരും കൂടെ. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, ആദ്യക്ക് ഇനിയിപ്പോ സ്കൂളിലേക്ക് പോകണ്ടേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രചന പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ വിടണ്ട, ഊട്ടിയിലെ സ്കൂളുകാർ പറഞ്ഞ എന്താ, അവിടെ ഉണ്ടെന്നല്ലേ, ആദ്യം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അവരിത്ര കള്ളത്തരം കളിക്കുന്ന എന്തിനാന്ന് അറിയണം. എനിക്ക് അങ്ങോട്ടേക്ക് വിടാൻ ഒരു താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് TC വാങ്ങിയിട്ട് ഇവിടുത്തെ സ്കൂളിലേക്ക് ചേർക്കാൻ നോക്കിയാൽ മതി. ഇനി അങ്ങോട്ട് എന്ത് വിശ്വസിച്ചാ ഞാൻ വിടുന്നേ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആദ്യം വിടണ്ടെന്ന് പറയണം. ഇത് കേട്ടതും പിന്നെ ആകാശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം അത് തന്നെ നടക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും ആദ്യം അങ്ങോട്ടേക്ക് ഒരുങ്ങി വന്നു. ആദ്യം നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എന്റെ മോനെന്ന് രചന പറയാണ്. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുമെന്ന് ചോദിക്കണം. പക്ഷെ എന്നാലും ആകാശിന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് ആദ്യം ആരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, അതിനെക്കുറിച്ചൊക്കെ ആദ്യം ചോദിച്ചിട്ട് അവനാണ് ഒരു ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെ അവൾ മറന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ. തിരികെ പഴയ കാലത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആ
അപ്പോഴുണ്ടായിരുന്ന ആ ഒരു ഓർമ്മശക്തി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്തായതൊന്നും അറിയത്തില്ല. കാറിടിച്ചെന്ന് മാത്രം അറിയാം. അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ആകാശിന് സമാധാനമായിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. ആദിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഒരു അന്വേഷണം വന്നാൽ പോലും തനിക്ക് പിടിച്ചു നിൽക്കാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് ഇഷിത ചിപ്പിമോളോട് പറഞ്ഞു, അന്ന് നമുക്ക് റെഡിയായിട്ട് വിട്ടാലോ എന്ന് ചോദിക്കണം. പോയേക്കാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ആ ഗെറ്റ് ടുഗദർ പാർട്ടി നടക്കുന്നത് അങ്ങോട്ടേക്ക് വീണേ. അങ്ങനെ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇഷിത ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവിടെ നടക്കുന്ന ഗെറ്റ് ടുഗദർ പാർട്ടിയാണ്. ഈ പാർട്ടിയിലേക്കാണ് തന്നെ ഇന്ന് അവളെ ക്ഷണിച്ചിരിക്കുന്നത്, സുമിത്ര ക്ഷണിച്ചിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷമായി. അവിടുത്തെ ആ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് പറഞ്ഞു, അതെ അമ്മേ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാണ് കാണാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് പറയാണ്ട് അവരുടെ സൈഡിലൊരു സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് സുമിത്ര അങ്ങോട്ടേക്ക് ഓടി വന്നു. സുമിത്ര ഓടിപ്പാഞ്ഞിടന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഇഷ്ടത നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സുമിത്ര വന്നിട്ട്, അതെ ഞാൻ കുറച്ച് തിരക്കിലായി പോയി ചേച്ചി, അതുകൊണ്ടാന്ന് പറയണ, മൈൻഡ് ചെയ്യാത്തെ. അതൊന്നും കുഴപ്പമില്ല, നീ നിന്റെ ജോലി ചെയ്തോ, ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്ത് ഞാനും ചിപ്പിമോളും ഇരുന്നോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരവിടെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് മഹേഷും വിവേകും ഒക്കെ അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അവരും ഈ പാർട്ടിയിലുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ വന്ന് ഇരിക്കുവാണ്. ഈ സമയത്ത് മഹേഷ് ഇഷിതേനും ചിപ്പിമോളും ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇഷിതയും ചിപ്പിമോളും അവരെ മഹേഷിനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഹേഷ് അവിടെ വന്നിരുന്നു. പക്ഷേങ്കില് മഹേഷിന്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇഷിത ചോദിച്ച് അങ്ങോട്ടേക്ക് വരട്ടെന്ന്. പക്ഷെ താന് മനഃപൂർവ്വമാണ് അവളെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ആ ആകാശം രചനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കൂടെ എങ്ങനെ ആദ്യം ഉണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അങ്ങനെയാണെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുകയും ചെയ്യും. ഒരു കാരണവശാലും അത് പാടില്ല. അവർ തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ല. അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കൂടെ ആദ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടത എന്നോട് 100 ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കണമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇഷിതേനെയും ചിപ്പിമോളം കൂടെ കൊണ്ടുവരാതിരുന്ന മഹേഷ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം രചന ആകാശം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ആകാശം രചന അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് മഹേഷിന് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ ആദ്യം ഉണ്ടാവോ അത് ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഒന്ന് കാണാന്നൊക്കെ ഉണ്ടായിരുന്നു. അവനോടൊന്ന് സംസാരിക്കാം. മുമ്പത്തെ പോലെ ഒന്നുമല്ല, തന്നോട് അവന് ഭയങ്കര ഇഷ്ടമല്ലേ, അങ്ങനെയാണെങ്കിൽ അവനോടൊന്ന് സംസാരിക്കാന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഹേഷ് നോക്കിയിരിക്കുകയാണ്. അവർ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് രചന ആകാശം കൂടെ അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അവരുടെ കൂടെ ആദ്യനെ കണ്ടില്ല. ആദ്യം ഇത് എവിടെ പോയതാ പോലും. ഒരുപക്ഷെ അവൻ സ്കൂളിലേക്ക് തന്നെ മടങ്ങി പോയിട്ടുണ്ടായിരിക്കുമോ, അതോ ഇനിയിപ്പോ അവൻ വന്നിട്ടില്ലേ, അങ്ങനെ 100 ചിന്തകളൊക്കെ മഹേഷിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മഹേഷ് അവിടെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യ രചനയുടെ ആകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ കാഴ്ച കണ്ടപ്പോഴത്തേനും എന്ത് ചെയ്യണം, മഹേഷ് പെട്ടെന്ന് ആദ്യയുടെ അടുത്തേക്കില്ല, ആദ്യനെ വിളിക്കുക മോനെ എന്ന് പറഞ്ഞ് ആദ്യനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ആദ്യം ഒരു നിമിഷം നോക്കി മഹേഷിനെ. എന്നിട്ട് നിങ്ങളോ എന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം മഹേഷിന് അത് സഹിക്കാൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞ ദിവസം വരെ കണ്ടപ്പോൾ തന്നോട് ഭയങ്കര സ്നേഹത്തോടെ ഡാഡി എന്ന് വിളിച്ച് തന്നെ കെട്ടിപ്പിടിച്ചവനാണ്. പെട്ടെന്നാണ്ട് അവന് ഇത്രയും മാറ്റം. ഇതെന്ത് പറ്റി എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല മഹേഷ് പെട്ടെന്ന് ചോദിച്ചു, ആദ്യം നീയ എന്താ മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കണേന്ന് ചോദിക്കുകയാണ്. അതെ, എന്റെ ഡാഡി അവിടെ ഇരിക്കുന്നുണ്ടോ? ആകാശ് മേനോനാ. എന്റെ അമ്മയായിരിക്കുന്ന രചനയാണ്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത്? എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ഡാഡിനെ ആവശ്യമില്ലെന്നൊക്കെ പറയണം. പെട്ടെന്ന് ഒരു നിമിഷം മഹേഷ് ഒന്ന് ഞെട്ടിപ്പോയി. മഹേഷിന് വല്ലാത്തൊരു വെപ്രാളവും ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി. ആ സമയത്താണ് ഇഷിത അവിടെ ഇരിക്കുന്നത്. ഇഷിത പെട്ടെന്ന് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് ആദിയോട്. ഒരു നിമിഷം ഇഷിതയുടെ നെഞ്ചിലൊരു വെള്ളിടി കിട്ടി. കാരണം അത് ആദ്യമല്ലേ, ഒരു പക്ഷേ പഴയ ആ ഒരു സ്നേഹം അവന് ചിലപ്പോൾ ബോധം ഉണ്ടായിട്ടാണോ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അന്ന് മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞേ. അവന്റെ ഉള്ളില് ഇപ്പം മഹേഷിന്റെ രൂപമൊന്നും കാണത്തില്ല. അവൻ ഓർമ്മ തിരിച്ചിട്ട് ഇപ്പം അവന്റെ അച്ഛനെ അമ്മേനെ അവന് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അത് ആരായിരിക്കും എന്ന് കരുതിയിട്ട് ഇഷിത അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. അങ്ങനെ ഇഷിത എഴുന്നേറ്റിട്ട് നേരെ അവരുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം ഇത് മഹേഷോ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇഷിത അങ്ങോട്ടേക്ക് വരുന്ന കാര്യം. അല്ലെങ്കിലും ഇഷിതനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യക്ക് തിരിച്ചറിയാൻ പോലും അറിയത്തില്ല. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ഒരു പക്ഷേങ്കിൽ ഇഷിതനെ കണ്ടു കഴിയുമ്പോഴത്തേനും ആദ്യയുടെ ഉള്ളില് ഒരു ചിലപ്പോൾ ഇച്ചിരിയെങ്കിലും ചെറു കണികയെങ്കിലും ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കുമോ. ഇഷിതനെ കുറിച്ചുള്ള അത്ര സ്നേഹത്തോടെ നോക്കിയതല്ലേ, ഒരു പക്ഷെ അതും ഉണ്ടായിരിക്കില്ല. പക്ഷേങ്കിൽ ഇനിയിപ്പം ആദ്യം മഹേഷും തമ്മിലുള്ള ബന്ധം അതെന്താന്ന് ഇഷിത അറിയുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട്